ഹലോ ഓൾ, വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എലിമിനേറ്റിംഗ് എപ്സിലൺ ട്രാൻസിഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. ഇത് തന്നെ സെയിം തന്നെയാണ് ആക്ച്വലി കൺവേർഷൻ ഓഫ് എപ്സിലൺ എൻ എഫ് എ ടു എൻ എഫ് എ എന്ന് പറയുന്നതും. ഇറ്റ് ഇസ് ആക്ച്വലി കൺവേർട്ടിംഗ് എപ്സിലൺ എൻ എഫ് എ ടു നോർമൽ എൻ എഫ് എ. അപ്പം ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിക്കാം, അതായിരിക്കും ഏറ്റവും എളുപ്പം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. സപ്പോസ് ഞാൻ ഇവിടെ ഒരു എപ്സിലൺ എൻ എഫ് എ കാണിക്കുകയാണ്. സ്റ്റാർട്ടിങ് ഫ്രം let's start from QA, let it be QA. On reading A, it retains in QA, then it's epsilon transition to, sorry, this is Q0 itself, Q0, Q1, confusion avoid ചെയ്യാനാണ് A, B എന്നുള്ള ഇതായതുകൊണ്ട്. So B, and again reading epsilon transition, it moves to Q2, and there it is C. Now first, whenever we have to eliminate epsilon transition or it's a conversion from epsilon NFA to NFA, first thing നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും എപ്സിലോൺ ക്ലോഷറിനെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് തിങ് എപ്സിലോൺ ക്ലോഷറിനെ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ എപ്സിലോൺ ക്ലോഷർ ഓഫ് ഓൾ സ്റ്റേറ്റ്സ്. സോ നമ്മൾ നോർമലി ഉള്ള സ്റ്റേറ്റ്സിനെയും എപ്സിലോൺ ക്ലോഷറിനെയും വെച്ചൊരു ചെറിയ ടേബിൾ ഫോം ചെയ്ത് വെക്കാൻ പോവാണ്. സോ Q0 ആണ് ഇനീഷ്യൽ, Q1, Q2. ഇനി ഇതിൽ Q0യിൽ എപ്സിലോൺ ക്ലോഷർ എടുക്കുമ്പോൾ Q0ൻ്റെ എപ്സിലോൺ മാത്രം റീഡ് ചെയ്താൽ Q1ൽ വരാം, ആൻഡ് അഗെയിൻ അവിടെ നിന്നും എപ്സിലോൺ മാത്രം റീഡ് ചെയ്താൽ Q2 വരാം. സോ ഇതാണ് Q1ൻ്റെ വന്നിട്ട് Q1ഉം Q2ഉം മാത്രം, Q2ൻ്റെ Q2 അലോൺ. ഇനി നമ്മളൊരു ഇതുകൂടെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരു നെക്സ്റ്റ് ടേബിൾ ഫോമാറ്റിൽ വരയ്ക്കുന്നതായിരിക്കും കേട്ടോ ഇത് ഏറ്റവും എളുപ്പം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഫസ്റ്റ് തിങ് നമ്മൾ ഇനി ടേബിൾ എടുക്കാൻ പോകുന്നത് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ് എടുക്കുന്നു. സെക്കൻഡ് വൺ, ആ ഇൻപുട്ട് സ്റ്റേറ്റിന്റെ കറസ്പോണ്ടിങ് എപ്സിലോൺ ക്ലോഷർ എടുക്കുന്നു. നെക്സ്റ്റ് എപ്സിലോൺ ക്ലോഷറിന്റെ കൂടെ നമ്മൾ കറസ്പോണ്ടിങ് ആ കിട്ടിയ എപ്സിലോൺ ക്ലോഷറിന്റെ സ്റ്റേറ്റ് ഫോമ ഇൻപുട്ട് സ്ട്രിങ് സിമ്പിൾ കൊടുക്കുന്നു, ഇൻപുട്ട് സിമ്പിൾ എടുക്കുന്നു. അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് എഴുതുന്നു. Again we are going to take the epsilon closure of the output. ഇതായിരിക്കും ബേസിക്കലി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കറസ്പോണ്ടിങ് ടേബിളിന്റെ ഫോമാറ്റ്. സോ ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ Q0, എല്ലാ സ്റ്റേറ്റിനെയും നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ Q0നെ എടുക്കുന്നു. Q0യുടെ എപ്സിലോൺ ക്ലോഷർ നമ്മൾ കണ്ടു. ഇറ്റ്സ് ഓൾറെഡി Q0, Q1 ആൻഡ് Q2. ഈ ഓരോ സ്റ്റേറ്റിലേക്കും ഫസ്റ്റ് ഇൻപുട്ട് എല്ലാ ആൽഫബറ്റിനെയും നമ്മൾ കൊടുക്കണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഗീവ് Q0A. എല്ലാത്തിൻ്റെയും കൂടെ ആദ്യം ഒരേ ആൽഫബറ്റ് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. Q1A, Q2A. ഇതിൽ നിന്ന് നോക്കിയ Q0യിൽ A വന്നു കഴിഞ്ഞാൽ Q0 ആണ്. Q1ൽ A വരുന്നില്ല, സോ ഇറ്റ് ഇസ് എ 5, ഒന്നും കൊടുക്കാനില്ല അവിടെ. Q2ലും A വരുന്നില്ല, 5 ആണ്. ആൻഡ് എഗെയിൻ ഈ Q0യുടെ എഗെയിൻ നമ്മൾ എപ്സിലോൺ ക്ലോഷർ എടുക്കണം. എപ്സിലോൺ ക്ലോഷർ എഗെയിൻ വി നോ ഇറ്റ്സ് Q0, Q1 ആൻഡ് Q2. ഈ ഫോമാറ്റ് നമ്മൾ ഇനി എല്ലാ സ്റ്റേറ്റിലും അപ്ലൈ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഒരു സ്പേസിന്റെ കൺസ്ട്രെയിൻ കൊണ്ട് ഞാനൊന്ന് ചുരുക്കി എഴുതാൻ പോവാണ് എല്ലാത്തിനെയും. ഇതിപ്പം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എഴുതിയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ. ഇനി സെയിം തിങ് ഞാനൊന്ന് ചുരുക്കി എഴുതുകയാണ്. ഇൻപുട്ട് എപ്സിലോൺ ക്ലോഷർ കോമ ഇൻപുട്ട്, ഔട്ട്പുട്ട് എപ്സിലോൺ ക്ലോഷർ. സെയിം ടേബിൾ ആണ് കേട്ടോ, ഞാൻ സ്പേസ് കൺസ്ട്രെയിൻ കൊണ്ടൊന്ന് ചുരുക്കി എഴുതുന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ Q1 എടുക്കുന്നു. Q1ൻ്റെ എപ്സിലോൺ ക്ലോഷർ Q0 തന്നെ ഒന്നുകൂടി എടുക്കുക, കാരണം Q0യിൽ A മാത്രമേ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ Bയും Cയും കൊടുക്കണം. സോ ഇറ്റ് ഇസ് ലൈക്ക് Q1, Q0, Q1, Q2. ഇതിൻ്റെ കൂടെ നമ്മൾ B അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ Q0യിൽ B വരുന്ന കണ്ടീഷൻ ഇല്ല, സോ ഇറ്റ് വിൽ ബി 5. Q1ൽ B വരുമ്പോൾ Q1 തന്നെ, Q2ൽ 5 അഗെയിൻ. സോ ഇതിലൊന്നും ഉണ്ടാവില്ല. Q1ൻ്റെ എപ്സിലോൺ ക്ലോഷർ അഗെയിൻ നമ്മൾ എടുക്കുമ്പോൾ Q1, Q2 വരും. നെക്സ്റ്റ് വൺ C എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ കൂടെ ഉണ്ട്. സോ Q0യിൽ അഗെയിൻ സെയിം തിങ് റിപ്പീറ്റ്സ്. Q0, Q1, Q2. C അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ 3ലും. അപ്പോൾ Q0യിൽ C ഇല്ല, Q1ലും C ഇല്ല, Q2ലും മാത്രം Q2 തന്നെ. അഗെയിൻ എപ്സിലോൺ ക്ലോഷർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് Q2 തന്നെ കിട്ടും. സോ Q0 നമ്മളിവിടെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലെ Q1 ചെയ്യണം. സോ Q1ൻ്റെ എപ്സിലോൺ ക്ലോഷർ Q1ഉം Q2ഉം മാത്രമേ ഉള്ളൂ. അതിലേക്ക് A ആദ്യം നമ്മൾ ഇൻപുട്ട് ചെയ്തു. Q1ൽ A വരുന്ന സ്റ്റേറ്റ് ഇല്ല, Q2ലും A വരുന്നതില്ല, സോ നത്തിങ്. നൗ Q1ൻ്റെ എഗെയിൻ നമ്മൾ B കൊടുക്കണം. Q1, Q2,
ബി കൊടുക്കുന്ന കേസ്. Q1ൽ ബി വരുമ്പോൾ Q1 തന്നെ വരും, Q2ൽ ബി ഇല്ല. Q1ന്റെ എപ്സിലോൺ അഗെയിൻ നമ്മൾ എടുക്കും. സോ ഇറ്റ് ഇസ് Q1 Q2. ഇനി ഒന്നുകൂടെ സെയിം തിങ് റിപ്പീറ്റ് ചെയ്യുക തന്നെയാണ്. Q1ൽ Q1 Q2 തന്നെയാണ് എപ്സിലോൺ ക്ലോഷർ. സി ഇൻപുട്ട് വരുന്ന കേസ്. Q1ൽ സി ഇൻപുട്ട് വരുന്ന കേസില്ല, Q2ൽ സി ഇൻപുട്ട് വരുമ്പോൾ Q2. സോ ഇതിന്റെ എപ്സിലോൺ ക്ലോഷർ Q2. Q1ലും എയും ബിയും സിയും പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. ഇനി Q2 എടുക്കുന്നു. Q2ന്റെ എപ്സിലോൺ ക്ലോഷർ Q2 തന്നെയാണ്. സോ ഫസ്റ്റ് എ വരുന്ന കേസിൽ Q2ൽ എ വരുന്ന കേസ് ഇല്ല. സോ 5. Q2ന്റെ അഗെയിൻ Q2ൽ ബി വരുന്ന കേസ് അതും ഇല്ല. സോ ഇറ്റ് ഇസ് 5. Q2ൽ സി വരുന്ന കേസ്. സി വരുന്ന കേസിൽ Q2 ഉണ്ട്. സോ Q2ന്റെ എപ്സിലോൺ ക്ലോഷർ അഗെയിൻ Q2. ഇനിയിപ്പോൾ ഞാൻ ഈ തിരിച്ചിരിക്കുന്ന ഓരോ സെഗ്മെന്റും എടുത്ത് നോക്കുക. ഇതിലിപ്പോൾ ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നതാണ്. അപ്പം നമ്മളിനി Q0 ഇത് ഫൈനൽ വന്നത്, അതായത് Q0ൽ എ ഇൻപുട്ട് കൊടുത്താൽ എ ഈ 3 സ്റ്റേറ്റിലേക്കും പോകണം എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. Q0ൽ ബി കൊടുത്താൽ Q1ലേക്കും Q2ലേക്കും ട്രാൻസിഷൻ ഉണ്ടെന്നുള്ളതാണ് മീനിങ്. നമുക്ക് ഈ വന്ന ടേബിളിനെ ഒന്ന് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ Q0, Q1, Q2. ഇനി ഇതിൽ ഫൈനൽ സ്റ്റേറ്റ് ഏതാണെന്നൊരു ഡൗട്ട് വരും. ഫൈനൽ സ്റ്റേറ്റ് എപ്സിലോൺ ക്ലോഷറിൽ നിന്നാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റിനെ ആദ്യം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓൾറെഡി ഉണ്ടായിരുന്ന നമ്മുടെ NFAയിലെ ഫൈനൽ സ്റ്റേറ്റ് Q2 ആണ്. എപ്സിലോൺ ക്ലോഷർ എടുത്തു കഴിഞ്ഞപ്പോൾ Q2 ഏതിലൊക്കെ ഉണ്ടോ അതെല്ലാം ഫൈനൽ സ്റ്റേറ്റ് ആവും. അതായത് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0ൽ Q2 ഉണ്ട്, അതുകൊണ്ട് Q0യും ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1ൽ Q2 ഉണ്ട്, അതുകൊണ്ട് Q1ഉം ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. Q2ൽ ഓൾറെഡി എപ്സിലോൺ ക്ലോഷർ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ Q2ന് ഫൈനൽ സ്റ്റേറ്റ് എന്നുള്ള നൊട്ടേഷൻ എടുത്തത്. അപ്പോൾ ഇത് 3ഉം ഫൈനൽ സ്റ്റേറ്റ് ആവും. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യവും ഇതാണ്. എപ്സിലോൺ ക്ലോഷർ എടുത്തു കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഫൈനൽ സ്റ്റേറ്റ് എപ്സിലോൺ ക്ലോഷറിൽ വന്ന എല്ലാ സ്റ്റേറ്റുകളെയും നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് നോട്ടേറ്റ് ചെയ്യും. നെക്സ്റ്റ് തിങ്, ഇനി ഇനീഷ്യലിന് മാറ്റമില്ല, Q0ൽ തന്നെ തുടങ്ങുന്നു. സോ Q0ൽ എ റീഡ് ചെയ്താൽ Q0, Q1, Q2ലേക്കാണ് ട്രാൻസിഷൻ. അപ്പം നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. എ റീഡ് ചെയ്യുന്നു, അപ്പോൾ Q0ലും Q1ലും Q2ലും Q0യിൽ നിന്ന് തന്നെ എ റീഡ് ചെയ്ത് പോകണം. നെക്സ്റ്റ് ബി റീഡ് ചെയ്താൽ Q1ലേക്കും Q2ലേക്കും. സോ ഇവിടെ തന്നെ ഇങ്ങനെ എഴുതാം. ബി റീഡ് ചെയ്താൽ എ ഓർ ബി എന്ന് കൊടുക്കാം. രണ്ടാമതൊരു ആരോ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി Q0യിൽ സി റീഡ് ചെയ്താൽ Q2ലേക്ക് മാത്രം. സോ ഇവിടെ തന്നെ ഒരു ട്രാൻസിഷൻ കൂടെ നമുക്ക് കൊടുക്കാം. ABC Q0യുടെ കഴിഞ്ഞു. ഇനി Q1ൽ എ റീഡ് ചെയ്താൽ എങ്ങോട്ട് പോകുന്ന കണ്ടീഷനിൽ. സോ നമ്മളത് വരയ്ക്കേണ്ട ആവശ്യമില്ല. Q1ൽ ബി റീഡ് ചെയ്താൽ Q1, Q2. Q1ൽ ബി റീഡ് ചെയ്താൽ സോ Q1ൽ തന്നെ ബി വരുന്നു, Q2ലേക്കും ബി വരുന്നു. അത് നമ്മൾ കൊടുത്തു. ഇതും കഴിഞ്ഞു. ഇനി Q1ൽ സി റീഡ് ചെയ്താൽ Q2ലേക്ക് മാത്രം. Q1ൽ സി റീഡ് ചെയ്താൽ ബിയുടെ കൂടെ സിയും കൂടെ നമുക്ക് കൊടുക്കും. ഇനി Q2ൽ എ റീഡ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, Q2ൽ ബി റീഡ് ചെയ്താലും ഒന്നുമില്ല. Q2ൽ സി റീഡ് ചെയ്യുന്ന കേസിൽ സിയിലേക്ക് തന്നെ, ആ Q2ലേക്ക് തന്നെ. സോ അതും നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് ഈ തന്നിരുന്ന എപ്സിലോൺ NFAയുടെ കറസ്പോണ്ടിങ് നോർമൽ NFA എന്ന് പറയുന്നത്. ഇതിലെ സ്റ്റെപ്സ് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് റീകളക്ട് ചെയ്യുക. ഫസ്റ്റ് തിങ് നമുക്ക് ചെയ്യേണ്ടിരുന്നത് എപ്സിലോൺ ക്ലോഷർ കണ്ടുപിടിക്കണം. ഇനി എപ്സിലോൺ ക്ലോഷർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ടേബിൾ മെയിൻറ്റെയിൻ ചെയ്തു വിത്ത് ഓരോ ഇൻപുട്ട് സ്റ്റേറ്റ്, അതിൻ്റെ എപ്സിലോൺ ക്ലോഷർ വിത്ത് ഈച്ച് സിമ്പിൾ, ആ സിമ്പിളിന്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ഔട്ട്പുട്ട്, എഗെയിൻ ദ എപ്സിലോൺ ക്ലോഷർ ഓഫ് ദാറ്റ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. അതായിരിക്കും ആ ഇൻപുട്ടിൽ ആ സിമ്പിൾ കൊടുത്തു കഴിയുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫൈനൽ സ്റ്റേറ്റ് ഏതാണെന്നുള്ള ഡിസിഷൻ. ഫൈനൽ സ്റ്റേറ്റ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ ക്ലോഷർ എടുത്തു കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഫൈനൽ സ്റ്റേറ്റ് ഏതൊക്കെ നമ്മുടെ കറസ്പോണ്ടിങ് സ്റ്റേറ്റിന്റെ എപ്സിലോൺ ക്ലോഷറിൽ വന്നു അതെല്ലാം നമ്മളിവിടെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് എടുത്തേ മതിയാകുള്ളൂ. സോ ദിസ് ഈസ് ഹൗ വി ആർ ആക്ച്വലി കൺവേർട്ടിങ് എ epsilon NFA into a normal NFA, or this is how we are eliminating epsilon transition. ഇതിൽ നമുക്ക് പ്രൂഫ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു ട്രാൻസിഷൻ, അതായത് നമ്മുടെ കറസ്പോണ്ടിങ് കൺവേർഷൻ ആണ് ഇതിൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എല്ലാവരും വൺസ് അഗെയിൻ ഇതിൽ ഒന്നുകൂടെ പോവുക. ഈ ഒരു ടേബിൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ഈസി ആയിട്ട് കോൺക്വർ ചെയ്യാവുന്ന പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഐ ഹോപ്പ് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്